സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. നിധി സൂക്ഷിച്ചിരിക്കുന്ന മൺപാത്രം. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത്. വിശുദ്ധ പൗലോസ് കോറിന്തോസുകാർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. പൗരോഹിത്യമെന്ന അതിശ്രേഷ്ഠമായ വിളി ദൈവത്തിൽ നിന്ന് ലഭിച്ചവനാണ് പുരോഹിതൻ. ലോകത്തിൽ അവനുണ്ടായിരുന്നുവെന്ന് കരുതിയിരുന്ന സകലത്തിനേക്കാളും വിലപിടിപ്പുള്ള അമൂല്യമായ ഒരു നിധിയാണ് ദാനമായി കർത്താവ് അവന് നൽകിയിരിക്കുന്നത്. തൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകാൻ അവിടുന്ന് അവനെയും തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു. ഒരു നല്ല സ്ഥാപനത്തിൽ ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആളുകൾ ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ദൈവത്തിൻ്റെ ജോലിക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതിൽ അവൻ എത്രമാത്രം അഭിമാനിക്കണം. ഇതിനേക്കാൾ മഹത്തായ ഒരു ജീവിതാവസ്ഥ അവന് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ നിധിയെ ഓർത്ത് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോടുള്ള കൃതജ്ഞതയാണ് അവനിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ദൈവികമായ ഈ നിധി ലഭിച്ചിരിക്കുന്നത് മനുഷ്യനായ തനിക്കാണ് എന്ന കാര്യം പുരോഹിതൻ എപ്പോഴും ഓർക്കുന്നു. ദൈവത്തിൻ്റെ അപ്പസ്തോലനാകാൻ തനിക്ക് കിട്ടിയിരിക്കുന്ന വിളി വർണ്ണിക്കാൻ വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്ന മൺപാത്രത്തിലെ നിധി എന്ന പ്രതീകം അവന് ഏറെ പ്രിയപ്പെട്ടതാണ്. അപ്പസ്തോലൻ പറയുന്നത് പോലെ തൻ്റെ പൗരോഹിത്യം അമൂല്യമായ നിധിയാണെങ്കിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു മൺപാത്രത്തിലാണ്. അക്കാര്യം അവനെപ്പോഴും ഓർമ്മയിലുണ്ട്. ഒന്ന് താഴെ വീണാൽ തകർന്നു പോകാവുന്ന മൺപാത്രമാണ് ഈ നിധി വഹിക്കുന്നത്. തട്ടലും പൊട്ടലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്രകാരം പാവനമായ ആ നിധി നിലത്തു വീണ് അഴുക്കു പുരണ്ടേക്കാം. അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടേക്കാം. എന്നാലും മൺപാത്രത്തിലെ നിധി എന്നത് അവനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതീകമല്ല. മറിച്ച് എത്രമാത്രം പവിത്രമാണ് ആ നിധിയെന്നും അത് കൊണ്ടു നടക്കുന്ന താൻ എത്ര പരിമിതനാണെന്നുമുള്ള സത്യം അത് അവനെ ഓർമ്മിപ്പിക്കുന്നു. അവനെ ഒരുപാട് പേർ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. അവർ അവൻ്റെ വാക്കുകൾ കേൾക്കുകയും അവനോടൊത്ത് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം അവൻ്റെ മാനുഷികതയ്ക്കപ്പുറം അവൻ വഹിക്കുന്ന പൗരോഹിത്യം എന്ന നിധിയുടെ ശ്രേഷ്ഠത കൊണ്ടാണ് എന്നവനറിയാം. വഹിക്കുന്ന നിധിയുടെ ശ്രേഷ്ഠതയാൽ മൺപാത്രവും ശ്രേഷ്ഠമായിരിക്കുന്നു. നിധിയും കൊണ്ട് നടക്കുമ്പോൾ മൺപാത്രം ഒരിക്കലും താനായിരിക്കുന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടെന്ന് അവനറിയാം. തന്നിൽ നിധി സൂക്ഷിക്കുന്നു എന്ന് കരുതി താൻ തന്നെ നിധിയാണെന്ന മിഥ്യാധാരണയും അഹന്തയും പാത്രത്തിന് വന്നുകൂടാ. എങ്കിലും
പാത്രത്തെ ഓർത്ത് അവൻ തീർച്ചയായും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവിക ദാനമായ ആ നിധി വഹിക്കുന്നതിനു വേണ്ടി ഈ മൺപാത്രത്തെ അവിടുന്ന് തിരഞ്ഞെടുത്ത് യോഗ്യമാക്കിയല്ലോ. എളിമയോടും സ്നേഹത്തോടും കൃതജ്ഞതയോടും നിരന്തര ജാഗ്രതയോടും കൂടെ ആ നിധിയിൽ നിന്ന് പ്രവഹിക്കുന്ന ദിവ്യ വെളിച്ചത്തിൽ മൺപാത്രം തൻ്റെ സഹയാത്രികരുമായി യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ ദൈവവിളി ഒരു മൺപാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ നിധിയായി ഭാവനയിൽ കാണുക. ആ നിധിയുടെ രൂപവും ഭാവവും സങ്കല്പിച്ചു നോക്കുക. ആ നിധി വഹിക്കാൻ ഈ മൺപാത്രം തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയുക. വലിയ ജാഗ്രതയോടും സ്നേഹത്തോടും കൂടെ ഈ നിധി വഹിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക.